أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نور الله وعلى آلك وأصحابك يا رسول الله صلى الله تعالى عليه وسلم ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, സദസ്സിലിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അൽഹംദുലില്ലാഹ് നമ്മളുടെ കിന്യ നാട്ടിലെ മുസ്ലിം ജമാഅത്തും SYS നല്ല പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മളെ കിന്യ ഭാഗത്തെ ഒരു ഭാഗമാണ് ഖുത്ബി നഗർ. ഖുത്ബി നഗറിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് പഴയ കാലം തൊട്ടേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ബാലക്കാർ, വയസ്സന്മാർ എല്ലാം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നാടാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, പ്രസംഗിച്ച് വലിയ പരിചയവുമില്ല. ഇപ്പോ നാട്ടിൽ നിന്ന് കുറെ ദൂരായതുകൊണ്ട്, ഭാഷ മാറിയതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഭാഷ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായി പോകും. അത് പേടിച്ചിട്ട് ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. സയ്യിദ് അവറുകൾ പറഞ്ഞ വിഷയം, തഖ്വയിലായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുക, ഇതാണ് ഓരോ മുസ്ലിമിന്റെയും ആഗ്രഹം. ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ചത് മുതൽ അവന്റെ മരണം വരെയുള്ള എല്ലാ വിഷയങ്ങളും അല്ലാഹു തആല മുൻകൂടി എഴുതി വെച്ചിട്ടുണ്ടാവും. അവനെ എങ്ങനെയാണ് ജീവിക്കുക, എവിടെ മരിക്കും, ഏത് സമയത്ത് മരിക്കും, എങ്ങനെ മരിക്കും, ഇതാരെ കൊണ്ടും പറയാൻ സാധ്യമല്ല. കാരണം ഞമ്മ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹറം 1-നാണ് ഖുറത്തു സാദാത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആർക്കും ഇനിയും വിശ്വസിക്കാൻ പറ്റാത്ത നിലക്കാണ് ഞങ്ങളെ ദുഃഖത്തിന്റെ ആയക്കടലിലേക്ക് താഴ്ത്തി മഹാനവറുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാരാകട്ടെ. അവിടുത്തെ മദദ്, അവിടുത്തെ പൊരുത്തം എന്നും ഞങ്ങളിൽ അല്ലാഹു നൽകുമാരാകട്ടെ. ഖുറത്തു സാദാത്ത് തങ്ങൾ 1-ാം മുഹറമിന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതിന്റെ 2-ാം ദിവസം സമസ്തയുടെ ഒരു വലിയ പണ്ഡിതനും ഒരു സയ്യിദും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. മുഹറമിൽ തുടരെയായി മരണവാർത്തകൾ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും വാട്സപ്പ് എടുത്തു നോക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും വോയിസ് വരുന്നു, ഇന്നയാള് മരിച്ചുപോയി, ദുആ ചെയ്യുക, ജനാസ നിസ്കരിക്കുക, തുടർന്നുള്ള വിഷയങ്ങള് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എന്റെ ഉപ്പ തന്നെ നല്ല ആരോഗ്യവാനായിരുന്നു. ഒരു ബുദ്ധിമുട്ടും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടായിട്ടില്ല. ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു ഗുളിക പോലും ഉപ്പ മരണം സമയത്ത് കഴിച്ചതായി ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, കഴിച്ചിട്ടില്ല. നമ്മളെ കയ്യിൽ ഒരു ടാബ്ലറ്റിന്റെ സ്ലിപ്പ് തന്നിട്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ ഏതെങ്കിലും ചീറ്റ് തന്നിട്ട് എനിക്ക് ഈ ടാബ്ലറ്റ് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളിൽ തന്നത് നമുക്ക് ഓർമ്മ തന്നെ ഇല്ല. അത്ര നല്ല ആരോഗ്യത്തോടുണ്ടായിരുന്ന ഉപ്പ മഗ്രിബ് നിസ്കരിച്ച് വീട്ടിലുള്ള കുട്ടികളോടൊക്കെ കുശലം പറഞ്ഞ്, ഉമ്മയോടും അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ടൊരു കുശല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മളെ സുന്നി സെന്റർ, ബെളരിങ്ക സുന്നി സെന്ററിലുള്ള പരിപാടിക്ക്, ഖുറത്തു സാദാത്ത് തങ്ങളുടെ അനുസ്മരണ പരിപാടിയിലേക്ക്, ദിക്ർ മജ്ലിസിലേക്ക് ഇറങ്ങിപ്പോയ ഉപ്പ തിരിച്ചു വന്നത് ജനാസയാണ്. ഉപ്പയുടെ ജനാസയാണ് കണ്ടത്. ആ ദിവസം രാത്രി തന്നെ ഞാൻ ബൽഗാമിലേക്ക് പുറപ്പെട്ട് ഉടുപ്പി എത്തിയിരുന്നു. ഉടുപ്പി എത്തിയ സമയത്താണ് എനിക്ക് ഫോൺ വരുന്നത്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്.
ഈ നിലക്കാണ് ഇന്നുള്ള മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ ഈമാൻ ഇനിയും ഉറച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞു ഒരുപാട് വിഷയങ്ങൾ, സോഷ്യൽ മീഡിയയുടെ വിഷയങ്ങൾ പറഞ്ഞു, തുടർന്നുള്ള വിഷയങ്ങളൊക്കെയും തങ്ങൾ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഓർക്കേണ്ടത്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ, ഇന്ന് കോളേജുകളിലും ഹൈസ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും പോകുന്ന കുട്ടികള്, സ്റ്റുഡൻസുകള് ഇന്ന് ഹറാമായ വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെയും തടയിടാൻ സാധിക്കുന്ന ഒരേ ഒരു സംഘടനയുള്ളൂ. ഹറാമിൽ നിന്ന് ഞങ്ങളെ ചെറുപ്പക്കാരെ രക്ഷിക്കാൻ, ഞങ്ങളെ ചെറുപ്പക്കാരികളെ രക്ഷിക്കാൻ, ഞങ്ങളെ ഈമാനിനെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരൊറ്റ സംഘടനയാണ് SSF എന്ന് പറയുന്ന മഹത്തായ സംഘടന. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ആണ് SSF എന്ന് പറയുന്ന സംഘടന. ഇന്ന് കോളേജിന്റെ അകത്തളങ്ങളിൽ കയറി സംഘടനാ കമ്മിറ്റികൾ രൂപീകരിച്ച് ക്യാമ്പസിലുള്ള സ്റ്റുഡന്റുകൾക്ക് ക്ലാസുകൾ കൊടുത്ത് അവരെ ഈമാനിനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇന്ന് SSFന്റെ സെറ്റപ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന മാസം മൈസൂരിൽ നടക്കുന്ന വിപുലമായ നിലക്ക് നടക്കുന്ന SSFന്റെ സ്റ്റുഡന്റ് കണക്ട് കോൺഫറൻസിലേക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ഓരോ സ്റ്റുഡന്റിനെയും, കോളേജുകളിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്പെഷ്യലായി ഫ്രീ ബസ്സാക്കി ഞങ്ങൾ ഇവിടുന്ന് അയക്കല് ഞങ്ങളെ ബാധ്യസ്ഥരാണ്. ഓരോ മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാർ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റുഡൻസുകൾ അവരെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോയി അവിടെയുള്ള ആണും പെണ്ണും കലർന്ന്, എല്ലാ ഫ്രണ്ട്സിനെ കൂടെ കലർന്ന് സോഷ്യൽ മീഡിയയിലും മാത്രമല്ല കഞ്ചാവുകൾക്കും ചെറുസുകൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്റ്റുഡൻസുകളാണ്. നിങ്ങൾ അറിഞ്ഞില്ല, ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ള മണിപ്പാള് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരിയായ വിദ്യാർത്ഥിനിയുടെ കഥ ഞാൻ അറിയാൻ സാധിച്ചു. സ്വന്തം ഉപ്പയുടെ നാവിൽ നിന്നാണ് കേൾക്കാൻ സാധിച്ചത്. സ്വന്തം മകള് കഞ്ചാവിന് അടിമപ്പെട്ട് അവസാനം കഞ്ചാവ് കിട്ടാത്ത സമയത്ത് കാമുകന് തന്റെ ശരീരം കൊടുത്ത് കഞ്ചാവ് വാങ്ങി വലിക്കേണ്ട ഗതികേടിലേക്ക്, അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഈമാൻ എവിടെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികള്, ഒരുപാട് സ്റ്റുഡൻസുകള് ഇന്ന് കോളേജിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഹറാമുകള്, ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഞങ്ങളെ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെയും തടയേണ്ടത് SYS ആണ്, SSF ആണ്, മുസ്ലിം ജമാഅത്താണ് എന്നുള്ളത് നമ്മൾക്ക് ബോധം വേണം. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ SYS ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ SSF ഉണ്ട്. പക്ഷേ SSFന്റെ പ്രവർത്തനത്തിലുള്ള വിദ്യാർത്ഥികള്, സ്റ്റുഡൻസുകള് അവരെ ദീനിന്റെ മുമ്പന്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് SSFന്റെ ഓഫീസിൽ നടക്കുന്ന ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ കാണാറില്ല. SSFന്റെ ഓഫീസുകളിൽ നടക്കുന്ന ബുർദ മജ്ലിസുകളിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കാണുന്നില്ല. തസ്ബീഹിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകളിൽ ഇന്ന് കോളേജ് മക്കളെ കാണാറില്ല. കാണുന്നത് വിരലിൽ എണ്ണാവുന്ന ചില വയസ്സന്മാരെ മാത്രമാണ് ഇന്ന് പള്ളികളിൽ കാണുന്നത്. SYSന്റെയും SSFന്റെയും ഓഫീസുകളിൽ അവരെ കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾ, ഞങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികള് ഇന്ന് അടുത്ത മാസം നടക്കുന്ന മൈസൂരിൽ നടക്കുന്ന SSFന്റെ ആ പ്രോഗ്രാമിലേക്ക്, ക്ലാസ്സിലേക്ക്, ആ ക്യാമ്പിലേക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള കിന്യ സർക്കിളിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ അവിടെ അയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സർക്കിളിലുള്ള SYSകാരും മുസ്ലിം ജമാഅത്തും SSFും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്ത് ഒരു ബസ് റെഡിയാക്കി ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അവിടെ എത്തിക്കണമെന്ന് നിങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ആ കുട്ടികളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഇന്ന് ഓരോ വീട്ടിലുള്ള വിദ്യാർത്ഥികൾ, അവരെ മാതാപിതാക്കളും ചിന്തിക്കണം, നമ്മളെ കുട്ടികളെ SSFന്റെ മെമ്പറാക്കണം. ഞങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താക്കന്മാരെ SYSന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തിന്റെയോ അവരെ മെമ്പർമാരാക്കി എടുക്കണം. കാരണം അവർക്ക് ക്ലാസുകൾ കിട്ടുമ്പോൾ, ഇങ്ങനെയുള്ള മജ്ലിസ്
മജ്ലിസുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സയ്യിദന്മാരെ നസീഹത്ത് കിട്ടി അവരെ ഈമാൻ സംരക്ഷിക്കാൻ സാധ്യമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ ഉപ്പ മരിച്ച് ഇന്നൊക്കെ 2ാം ദിവസമാണ്. ഒരുപാട് പേര് ഉപ്പയുടെ പേരിൽ തഹ്ലീലുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, ദുആകൾ നടത്തി, യാസീനുകൾ ഓതിയ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അങ്ങ് വിദേശത്തുള്ള KCF-ന്റെ മദീനയിലും മക്കത്തും തുടങ്ങിയ ഒരുപാട് GCC കൺട്രിയിലുള്ള ഒരുപാട് പ്രവർത്തകന്മാർ വന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഉപ്പാക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഇഖ്ലാസുകൾ ഓതിയിട്ടുണ്ട്, യാസീനുകൾ ഓതിയിട്ടുണ്ട്, ഖത്മുകൾ തീർത്തിട്ടുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ നീയൊക്കെയും കബൂലാക്കണേ അല്ലാഹ്. ഖുർറത്ത് സാദാത്ത് മഹാനവരുടെ പേരിലും ഓതിയ ഖുർആനുകൾ, എന്റെ വന്യരായ പിതാവിന്റെ പേരിലും ഓതിയ ദിക്ർ സ്വലാത്ത്, അതുപോലെ തന്നെ ഖുർആനുകളൊക്കെയും നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ ബർസഖിയായ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാഹ്. അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. മരണം വരെ അവരെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരെ മദദ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, ഇതിനെ സഹകരിച്ച, സഹായിച്ച എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്തും സന്തോഷവും ഇസ്സത്തും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.